ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒക്ടോബർ 30 നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ക്ലബിന് ഉള്ളത്. എല്ലാ താരങ്ങളും ഇപ്പോൾ ടീമിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമായ സമയം ഇപ്പോൾ തയ്യാറെടുക്കാൻ ക്ലബിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡേവിഡ് കാറ്റല എങ്ങനെയായിരിക്കും ഈ താരങ്ങളെ ഉപയോഗപ്പെടുത്തുക, എന്തായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രാറ്റജി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ട്രെയിനിങ് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റു സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളിരീതി എന്നുള്ളത് ക്വിക്ക് പ്ലേ സ്ട്രാറ്റജിയാണ്. അതായത് അതിവേഗത്തിലുള്ള ഒരു ആക്രമണമാണ്, അല്ലെങ്കിൽ അതിവേഗത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ട്രെയിനിങ് വീഡിയോകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ പതിയെ പതിയെ പിറകിൽ നിന്നും ബിൽഡ് ചെയ്ത് വരുന്ന ഒരു രീതിയല്ല ഇപ്പോൾ പിന്തുടരുന്നത്. മറിച്ച് അതിവേഗത്തിലുള്ള ഒരു ആക്രമണമാണ്, അതല്ലെങ്കിൽ മുന്നേറ്റമാണ്. അതായത് ചെറിയ ചെറിയ പാസുകൾ നൽകിക്കൊണ്ട് വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് ഇരച്ചു കയറുന്ന രൂപത്തിലുള്ള ഒരു തന്ത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് പറയാൻ കാരണം ട്രെയിനിങ് വീഡിയോകളിൽ കാര്യങ്ങൾ അങ്ങനെയാണ്. വളരെ കുറിയ പാസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുക, എതിരാളികൾക്ക് ഒരു വലിയ സമയമൊന്നും ഡിഫെൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയാനോ വലിയ സമയമൊന്നും അനുവദിക്കാതെ നല്ല അറ്റാക്ക് നടത്തുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് ക്ലബ്ബ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കുകളിലൊക്കെ ഇത് വലിയ രൂപത്തിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഏതായാലും ഇത് ട്രെയിനിങ് വീഡിയോകളിൽ നിന്ന് ലഭിച്ച ഒരു സൂചന മാത്രമാണ്. ഏത് രൂപത്തിലായിരിക്കും കാറ്റല ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും നിലവിൽ 3 വിദേശ താരങ്ങളെയാണ് ക്ലബ്ബ് പുതിയതായി കൊണ്ടുവന്നിട്ടുള്ളത്. യുവാൻ റോഡ്രിഗസ് ആണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. ഇതിനു മുൻപ് തിയാഗോ ആൽവസും കോൾഡോ ഒബിയാറ്റയും വന്നിട്ടുണ്ട്. ഇതുവരെ ആരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിട്ടില്ല. സൗഹൃദ മത്സരങ്ങൾ ക്ലബ്ബ് കളിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ലഭിച്ചിട്ടില്ല. അതല്ല എങ്കിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെയുള്ള മത്സരത്തിൽ ഈ താരങ്ങളെ കാണാൻ കഴിഞ്ഞേക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു അനുമതി നൽകും എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.